ഇത്ര വണ്ണവും കുറഞ്ഞ പൊക്കമുള്ള ആളായിരുന്നു. ഏകദേശം നമ്മുടെ ബ്രഹ്മാനന്ദമില്ലേ, പുള്ളിയെ രണ്ടാമത്തവൻ തർജനി. എന്തു പറഞ്ഞാലും അധികാരത്തോടും ആദരത്തോടും പറയുമായിരുന്നു, നമ്മളുടെ എൻ ടി രാമറാവുവിനെ പോലെ. മൂന്നാമതൻ മധ്യമൻ, നല്ല പൊക്കവും നല്ല ശരീരവുമുള്ള ആളായിരുന്നു. ആരെയും ഭാവഗായകനാക്കും, നമ്മുടെ അർജുൻ കപൂറിനെ പോലെ. നാലാം മകൻ അനാമികൻ, എപ്പോഴും ആ അലങ്കാര പ്രിയനായിരുന്നു. ആഭൂഷണങ്ങൾ അഴിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ എങ്ങനെയും അങ്ങനെയും അങ്ങനെയും ഏകദേശം നമ്മുടെ ഭക്തി ലഹരി ഏറ്റവും ചെറിയ ദുഷ്ടൻ, ശരീരവും ദുർബലവും, പക്ഷെ ഭയങ്കര ബുദ്ധി, നമ്മുടെ ചാർലി ചാപ്ലിനെ പോലെ. അങ്ങനെ ഈ 5 പിള്ളേരായിരുന്നു ആ അച്ഛനും. ഈ 5 പേരെയും കണ്ട ആരും പറയില്ല ഇവർ ഒരച്ഛന്റെയും അമ്മയുടെയും പിള്ളേരാണ്. എന്തുവെച്ചാൽ ഒരുപാട് വ്യത്യാസങ്ങൾ, വേഷത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും ഭയങ്കര വ്യത്യാസം. അത് മാത്രമല്ല, ഈ 5 പേരും തമ്മിൽ ഒരുപാട് തല്ലും വഴക്കും കുസ്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അച്ഛൻ അവരെ എല്ലാവരെയും ഒരു സ്കൂളിൽ ഇട്ടില്ല, 5 വേറെ 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 സ്കൂളിൽ കൊണ്ടുചേർത്തു. ആ സ്കൂളിലുള്ള കുട്ടികൾ ഇവരെ ഒരുപാട് കളിയാക്കുമായിരുന്നു. ഉദാഹരണത്തിന് മൂത്തവനെ ഗുണ്ടു പുസ്ക് വിളിക്കുമായിരുന്നു. ഏറ്റവും ചെറിയവനെ കൊല്ലിച്ചോനി എന്ന് വിളിക്കുമായിരുന്നു. മധ്യമനെ ഒട്ടകം എന്നും അനാമികയെ സ്വർണ്ണ ചന്ത എന്നും വിളിക്കുമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഈ 5 പേർക്ക് ഒരുപാട് മനസ്സ് വളരെ സങ്കടത്തിലായി. സഹിക്കാൻ വയ്യാതായപ്പോ ഈ 5 പേരും അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ഇനി സ്കൂളിൽ പോകണ്ട, ഞങ്ങൾ ഇനി സ്കൂളിൽ പോവില്ല, ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു. അച്ഛൻ 5 പേര് പറയുന്നതും ക്ഷമയോടും ശ്രദ്ധയോടും കേട്ടിട്ട് അച്ഛൻ പറയുന്നു, എനിക്ക് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാകുന്നു, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഒഴിവാക്കാനുള്ള യുക്തിയും എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും എന്റെ കൂടെ സമ്മതിച്ചു വന്നാൽ ഒരുപക്ഷെ നമുക്ക് ഇത് ശരിയാക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ടവരാണ്. ഓരോ സ്കൂളിൽ ഓരോ ആള് ഒറ്റപ്പെട്ടു പോയി. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇത് നടക്കണമെങ്കിൽ നിങ്ങളെ ഒറ്റ സ്കൂളിലേക്ക് ഞാൻ മാറ്റണം. ഒറ്റ സ്കൂളിലേക്ക് മാറ്റുവാൻ നിങ്ങൾ ഈ അടിയും തല്ലും തർക്കവും ഒക്കെ നിർത്തണം. നിർത്തുവോ എന്ന് ചോദിച്ചു അച്ഛൻ. ഈ 5 പേരും പറഞ്ഞു, സമ്മതിക്കാം, ഞങ്ങൾ ഇനി വഴക്ക് കൂടില്ല, ഇനി ഞങ്ങൾ അടിപിടിയൊന്നും കാണില്ല, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ അവരെ 5 പേരെയും ഒരു സ്കൂളിലേക്ക് മാറ്റി. അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നല്ലവണ്ണം ഓർക്കണം കേട്ടോ. ഒറ്റപ്പെട്ടാൽ ഓട്ടം തുള്ളൽ, ചേർന്നിരുന്നാൽ തിരുവോണം. ഒറ്റപ്പെട്ടാൽ ഓട്ടം തുള്ളൽ, ചേർന്നിരുന്നാൽ തിരുവോണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദര സഹോദരികളെ, ഇന്ന് നിങ്ങൾ പല പ്രദേശത്ത് നിന്ന് വന്നിരിക്കുകയാണ്. മലയാളം, തമിഴ്, പഞ്ചാബി, ബംഗാളി, എല്ലാ പ്രദേശത്തും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒന്നിച്ചിരുന്നാൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മലയാളി ഞാനും പഞ്ചാബി നീയും ചേർന്നിരുന്നാൽ തിരുവോണം. ബംഗാളി നീയും മറാഠി നീയും ചേർന്നിരുന്നാൽ തിരുവോണം.
നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.